നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സാബു സർഗം. ഇന്ന് മലയാള സിനിമയുടെ ഒരു വസന്തം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് മലയാളത്തിലൊരു ടിപ്പിക്കൽ ഫിലിം കാണുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. ഇന്ന് ആ ഒരു ടിപ്പിക്കൽ ഫീല് മാറി മറിഞ്ഞിരിക്കുന്നു. ഒരു ഹോളിവുഡ് സിനിമ മലയാളത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഒരു ഹോളിവുഡ് സിനിമ മലയാളം സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഡബിങ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ മലയാളി ആക്ടേഴ്സ് അല്ലല്ലോ, മലയാളി നടീനടന്മാരല്ലല്ലോ. ഇവിടെ എമ്പുരാനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സിനിമ കണ്ടു, വളരെ നല്ല അഭിപ്രായം. എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൃഥ്വിരാജ് എന്ന് പറയുന്ന കൈയടക്കമുള്ള എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ ഡയറക്ടറുടെ കൈയടക്കമുള്ള ഒരു ഡയറക്ഷൻ. എത്രയോ വർഷങ്ങൾ സിനിമയിൽ നിന്നുകൊണ്ട് സിനിമ പഠിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നു പൃഥ്വിരാജ് എന്നേ തോന്നും. ഒരു എത്രയോ കാലങ്ങൾ സിനിമയിലെ ഓരോ പാഠങ്ങളും പഠിച്ച് ചെയ്ത ഒരു സംവിധായകനെ പോലെ എമ്പുരാൻ നമുക്ക് മുന്നിലേക്ക് പൃഥ്വിരാജ് സുകുമാരൻ എത്തിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടത്, സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ഈ സംവിധായകന്റെ കൈയടക്കമുള്ള സംവിധാനം പോലെ തന്നെയാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്. ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട എലമെന്റ്സ് സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ തിരക്കഥ ആയിരുന്നാലും കഥയായിരുന്നാലും ഒരു മാസ് സിനിമയ്ക്ക് വേണ്ടിയുള്ള എലമെന്റ്സ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രം, ഖുറേഷിയും, ഇത് രണ്ടും നല്ല രീതിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സിനിമയിലെന്നല്ല ഒട്ടനവധി സിനിമകളിലൂടെ വിവിധ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് കൈയടി നേടിയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് വളരെ നല്ല രീതിയിൽ, ഇപ്പം നമ്മൾ ദീപക് ദേവിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമ ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായ പക്ഷെ തികച്ചും വ്യത്യസ്തമായാണ് എമ്പുരാന് വേണ്ടി അദ്ദേഹം മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുജിത് വാസുദേവിൻ്റെ ക്യാമറ, അതിമനോഹരമായ ഷോട്ടുകളും ചടുലതയുള്ള ഷോട്ടുകളും സിങ്കർണൈസായി വന്നിട്ടുണ്ട്. നല്ല ലൈറ്റിങ്. ഈ സിനിമ നമ്മൾ കാണുമ്പോൾ പല സീനുകളും ഷോട്ടുകളും ഒക്കെ ഹോളിവുഡ് സിനിമകളെ, വളരെ പ്രശസ്തങ്ങളായ ഹോളിവുഡ് സിനിമകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളാണ് സുജിത് വാസുദേവ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നിറഞ്ഞ നല്ല കയ്യടി ക്യാമറയ്ക്ക് പല ആൾക്കാരും, സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന പലരും പറയുന്നുണ്ട് മനോഹരമായ ക്യാമറ വർക്ക്. അതുപോലെ തന്നെയാണ് എഡിറ്റിങ്ങും. ഇത്ര ചടുലമായ രംഗങ്ങൾ ഇപ്പൊ നമുക്കറിയാം, രണ്ട് തരത്തിലാണ്. ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം ആണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെയുള്ള കേരളത്തിലുള്ള ഇടത് വലത് പക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ BJP ഒക്കെയാണ്, അതിലേക്കൊക്കെയാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് കേരള രാഷ്ട്രീയം പറയുമ്പോൾ. പക്ഷേ രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോകുന്നതിനപ്പുറം കുടുംബ ബന്ധങ്ങളെയും ടച്ച് ചെയ്തിട്ടുണ്ട്. സഹോദരി സഹോദര ബന്ധവും മറ്റുള്ള മാനുഷികമായ ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുരളി ഗോപി. സ്ക്രിപ്റ്റ് വളരെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഒരു അപാകതകൾ വന്നേക്കാം. അത്തരത്തിൽ ചെറിയ ഒരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തോന്നിയേക്കാം. എനിക്ക് തോന്നിയ കാര്യമാണ്, പ്രേക്ഷകന്റെ മനസ്സാണ്. പലരും 6 പേരുണ്ടെങ്കിൽ 6 വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. ചില സീനുകൾ സ്ലോ മോഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതികൾ കൂടിപ്പോയോ, അല്ലെങ്കിൽ സ്റ്റണ്ടിന്റെ സമയം കൂടിപ്പോയോ എന്നൊക്കെ നമുക്ക് തോന്നി, എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് യാതൊരുവിധ നഷ്ടവുമില്ല.
വളരെ ഗംഭീരമായി ഒരു സിനിമ അണിയിച്ചൊരുക്കി അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരനും സംഘവും. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദും ഗോകുലം ഗോപാലൻ സാർ ഇവര് സംയുക്തമായിട്ടാണ് ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായിരിക്കുന്നത്. എന്തായാലും നിർമ്മാതാക്കൾ എന്ന രീതിയിൽ ഇവർക്കൊരു നഷ്ടമുണ്ടാവാൻ സാധ്യതയില്ല. കാരണം സിനിമാ തിയേറ്ററുകൾ നിറഞ്ഞ് കവിയുന്ന ഷോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മഞ്ജു വാര്യർ, മോഹൻലാല്, പൃഥ്വിരാജ്, ടൊവിനോ, ബൈജു തുടങ്ങി നിരവധി താരങ്ങൾക്കൊപ്പം ഹോളിവുഡ് നടന്മാരും നടികളും ഒക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ചിത്രീകരിച്ചിരിക്കുകയാണ്. സെനഗൽ എന്ന് പറയുന്ന സ്ഥലമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ സെനഗൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ ഒളിമ്പിക്സ്, ഫുട്ബോൾ മത്സരങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സെനഗൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ സെനഗൽ രാജ്യത്തെ കുറേ ഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ പല സീനുകളിലും അവതരിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. അത് നല്ല രീതിയിൽ സുജിത് വാസുദേവ് കവർ ചെയ്ത് സിനിമയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സിനിമയെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ലൂസിഫർ സിനിമ നമ്മൾ കണ്ടു. ആ ലൂസിഫറിനൊരു പാറ്റേൺ ഉണ്ട്. ലൂസിഫർ ഇപ്പൊ ജിതിൻ മുഖ്യമന്ത്രിയാവുന്ന ആ ഭാഗങ്ങളിലാണ് സിനിമ അവസാനിക്കുന്നത്. എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഖുറൈഷിയുടെ കുറെ കാര്യങ്ങളും പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടന്റെ ഫ്ലാഷ് ബാക്കും ഒക്കെ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ തിരക്കഥ, സംഭാഷണം സിനിമയുടെ ഒരു വളരെ മികച്ച, ഇപ്പൊ മോഹൻലാൽ പറയുന്ന ഡയലോഗ്സ് ആയിരുന്നാലും, ജിതിൻ പറയുന്ന, അതായത് നമ്മുടെ ടൊവിനോ പറയുന്നതായിരുന്നാലും, മഞ്ജു വാര്യർ പറയുന്ന ഡയലോഗ്സ് ആയിരുന്നാലും വളരെ ഈ ഡയലോഗ്സ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഒരു സംവിധായകന്റെ കൈയടക്കം എന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടീനടന്റെ പെർഫോമൻസ് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്നൊരു ധാരണ ഒരു സംവിധായകനെ സംബന്ധിച്ചുണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനെ അല്ലെങ്കിൽ നടിയെ ഒരു സംവിധായകൻ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ആ സിനിമയുടെ ഒരു ബാലൻസിങ് നമുക്ക് കൃത്യമായിട്ടൊരു പ്രേക്ഷകനെ ഫീൽ ചെയ്യുന്നത്. ഒരു നടനെ അടിച്ചുവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നടിയെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലും അത് മുഴച്ചു നിൽക്കും. അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും മറ്റൊരു വലിയ കാര്യമാണ്. ഈ എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ തിയേറ്ററുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മഞ്ജു വാര്യർ വന്നു നിന്ന് ജനം അടങ്ങി, മഞ്ജു വാര്യർ വന്നു നിന്നതിന് ശേഷം അവരെ അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന ആ ഷോട്ടുകളും, ക്ലോസ് ഷോട്ടും വൈഡ് ഷോട്ട് കാണിക്കുമ്പോൾ മ്യൂസിക് ഇങ്ങനെ അരിച്ച് കയറുന്നതും വളരെ മനോഹരമായി പൃഥ്വിരാജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ നമുക്ക് മലയാളികൾക്ക് ഒരു വ്യത്യസ്ത സിനിമ അനുഭവമാണ്. കാരണം ലൂസിഫറിനേക്കാൾ ലൊക്കേഷനുകളായിരുന്നാലും അതിൻ്റെ ചിത്രീകരണ മികവായിരുന്നാലും സംഗീതമായിരുന്നാലും മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ പെർഫോമൻസ് ആയിരുന്നാലും ഏകദേശം ലൂസിഫറിലുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതിൽ എടുത്തു പറയുന്ന ഫാസിൽ, മലയാളത്തിന്റെ ഷോമാൻ ആയിരുന്ന ഫാസിൽ സാറ്, നമുക്കറിയാം, ലൂസിഫർ കണ്ടവർക്കറിയാം. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു മിതത്വമുള്ള പ്രസന്റേഷൻ, ആ കഥാപാത്രത്തിന്റെ, അദ്ദേഹം നടക്കുകയൊന്നുമില്ല, വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട്, ഒരു യന്ത്രവൽകൃത വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഷോട്ടുകളും ഡയലോഗ് പ്രസന്റേഷനും ഒക്കെ നമ്മളെ ഞെട്ടിച്ചു കളയും. കാരണം അദ്ദേഹം ആ സിനിമയിൽ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നില്ല, അദ്ദേഹം ജീവിക്കുകയാണ് ആ കഥാപാത്രമായിട്ട്. അതുപോലെ തന്നെ മോഹൻലാൽ അദ്ദേഹമായിട്ടുള്ള ഒരു സീനുണ്ട്, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനാണ് അത്. എന്ത് തന്നെ ആയിരുന്നാലും പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല.
ഇപ്പം നമുക്ക് മറ്റൊരു പ്രതലത്തിൽ ഈ സിനിമ കാണാം. പക്ഷേ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ആ മ്യൂസിക്കിൻ്റെയും ആ സീനിൻ്റെയും പശ്ചാത്തല സംഗീതത്തിൻ്റെയും എഫക്ട്സിൻ്റെയും വിഷ്വൽ ഇമ്പാക്റ്റിൻ്റെയൊക്കെ ഒരു ആകെ ഒരു സിങ്കർണൈസിങ് നമുക്ക് വല്ലാത്തൊരു ഫീല് തരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും എമ്പുരാൻ എന്ന് പറയുന്ന ഈ സിനിമ, മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലുണ്ടായ ഈ സിനിമ ഗംഭീര അഭിപ്രായത്തോടു കൂടി മുന്നേറുകയാണ്. തിയേറ്ററുകളിൽ സീറ്റില്ല, അഡ്വാൻസ് ബുക്കിങ്ങിൽ റെക്കോർഡിലേക്ക് അടുക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ സിനിമ നമ്മൾ തീർച്ചയായിട്ടും ഈ വേനലവധി കാലത്ത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്ന് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് അടിച്ച് പൊളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇഷ്ട താരങ്ങളായ മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് ഇവരൊക്കെ അഭിനയിക്കുന്ന ടൊവിനോ എടുത്തു പറയേണ്ട കഥാപാത്രം, ഇവരൊക്കെ അഭിനയിക്കുന്ന ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം എന്ന അഭിപ്രായമാണ് എനിക്ക്. നിങ്ങൾക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും വേറെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.